So we saw that forest is a dynamic thing for every entity, is it? So അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് we are going to learn about what regeneration of forest. മക്കളെ എന്താണ് ഈ റീജനറേഷൻ ഓഫ് ഫോറസ്റ്റ്? ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡീപ്പായിട്ട് പോകുന്നത്. So you are ready for that? റെഡി അല്ലേ മക്കളെ? So we can go for the regeneration of forest. How forest gets regenerated? Let's see. Regeneration of forest. Clear അല്ലേ? നോക്കാം. The trees and plants in a forest can grow and regenerate on their own. എങ്ങനെയാണ്? Trees and plants in a forest can grow and regenerate on their own. Clear ആണോ? The trees and plants in a forest can grow and regenerate on their own. Clear അല്ലേ മക്കളെ? അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. എങ്ങനെയൊക്കെ നോക്കാം. The organism decomposes the waste and dead bodies of plants and animals and convert them into humus, which mixes with the soil, making it fertile and appropriate for the plant growth. അതായത് അത് തന്നെ തിരിച്ചും വന്നിട്ട് അതിൻ്റെ മിക്സ്ചേഴ്സ്, അതായത് റീജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉദ്ദേശിക്കുന്നത് അത് ഡീകമ്പോസ് ആയിട്ട് പോയിട്ട് അതിൻ്റെ മറ്റുള്ള മെറ്റീരിയൽസ് മറ്റുള്ള പ്ലാന്റ്സിന് വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ട് അതിന് വളരാൻ സഹായിക്കുന്നു. ആ ഒരു കണ്ടിന്യൂഷൻ സൈക്കിളായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. In addition, animals and birds help in seed dispersal, which help in the growth of plants in different areas of the forest. അതേപോലെ തന്നെ ഈ പ്ലാന്റുകൾക്കുള്ള സീഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വിൻഡ് വഴി ആയിക്കോട്ടെ, ബേർഡ്സ്, ഇൻസെക്ട്സ് ഒക്കെ ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്തിട്ട് അവിടെയും ഗ്രോത്ത് അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് എ റീജനറേഷൻ ഓഫ് ഫോറസ്റ്റ്. ഫോറസ്റ്റ് ആരും വന്നിട്ട് അവരെ നട്ടുപിടിപ്പിച്ച് ഒന്നുമല്ല മക്കളെ. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ, ഒരു ട്രീ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം, കുറേ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടെന്നായിരിക്കാം, കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന സീഡും കാര്യങ്ങളൊക്കെയാണ് ഒരു ഫ്രൂട്ട് ഉണ്ടായതിന് സീഡൊക്കെ ആയിട്ട് ഒരു ബേർഡ് വന്നിട്ട് അല്ലെങ്കിൽ ആൾ വന്നിട്ട് അത് ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ ഓരോരോ പാർട്ടിലേക്ക് എത്തുമ്പോൾ വിൻഡ് വഴി ആയിക്കോട്ടെ അത് എത്തുമ്പോൾ അവിടെ അത് വീണിട്ട് മുളയ്ക്കും. അങ്ങനെയാണ് ഫോറസ്റ്റ് ഒക്കെ അങ്ങനെയാണ് മെയിനായിട്ട് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ദ ഓർഗാനിസം എന്ത് ചെയ്യും? ഡീകമ്പോസസ്, അതായത് ഡീകമ്പോസ് ചെയ്തപ്പോൾ, അതായത് പ്ലാന്റ്സ് ഒക്കെ ഡെഡ് ആവുമ്പോൾ ഇത് ഡീകമ്പോസ് ചെയ്തിട്ട് അത് കൺവേർട്ട് ഇൻറ്റു എന്താണ്? ഹ്യൂമസ് മെറ്റീരിയൽ ആണ്, വിച്ച് ഇൻക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോയിൽ ഫെർട്ടൈൽ, അതുകൊണ്ട് തന്നെ അവിടെ അപ്രോപ്രിയേറ്റ് ഫോർ എന്താണ് മക്കളെ? പ്ലാൻ ഗ്രോത്തിന് അവ അപ്രോപ്രിയേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. പ്ലാൻ ഗ്രോത്തിന് എന്തായിട്ട് മാറും മക്കളെ? അപ്രോപ്രിയേറ്റ് ആയിട്ട് മാറും. പ്ലാൻ ഗ്രോത്തിന് മെയിൻ കാരണക്കാരായിട്ട് അവര് മാറുന്നുണ്ട്. ക്ലിയർ ആണോ മക്കളെ? ഞാൻ ശ്രദ്ധിക്കുക. ഇൻ അഡീഷൻ, ആനിമൽസും ബേർഡ്സും ഹെൽപ്പിന് എന്തിനാണ്? സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മക്കളെ? ആനിമൽസും ആൻഡ് ബേർഡ്സ്. ഇവർ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് ആനിമൽസും ബേർഡ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആർ ഹെൽപ്പിംഗ് ദം ഫോർ ദ സീഡ് ഡിസ്പേഴ്സൽ. എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് ആനിമൽസും പ്ലാന്റ്സും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ് സീഡ് ഡിസ്പേഴ്സൽ? ഇത് വഴിയാണ് ഫോറസ്റ്റ് പിന്നെ റീജനറേറ്റ് ആയിട്ട് മാറുന്നത്. അതായത് ബൈ ആനിമൽസ്, പിന്നെ ബേർഡ്സ്, അതേപോലെ തന്നെ നാച്ചുറലായിട്ട് വിൻഡ് വഴി, ഇൻസെക്ട്സ് വഴി ഒക്കെ ഇത് ഡിസ്പേഴ്സ് ചെയ്തിട്ട് വേറെ ഏരിയാസിലെത്തി അവിടെ അത് ഗ്രോ ചെയ്യുന്നതിനാണ് അങ്ങനെയാണ് ഈ ഫോറസ്റ്റ് റീജനറേറ്റ് ആയിട്ട് മാറുന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പ്ലാന്റ് വളരുമ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയാസിൽ അത് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് ഒറ്റയ്ക്കായിട്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു തേക്ക് മരം ഉണ്ട്, അതിനുണ്ടാകുന്ന കാലിൽ നിന്നുണ്ടാകുന്ന സീഡ്സ് ഒക്കെ ആയിട്ട് അത് ഡിസ്പേഴ്സ് ആയിട്ട് വേറെ റീജിയണിൽ പിന്നെ വേറെ തേക്കായിട്ട് മാറും. അല്ലെങ്കിൽ അത് മുറിച്ച ഭാഗം കട്ട് ഔട്ട് ചെയ്ത അല്ലെങ്കിൽ അത് വീണ് പോയ ഭാഗത്ത് നമ്മൾ പിന്നെയും മുളയ്ക്കും. അങ്ങനെ അത് റീജനറേറ്റ് ചെയ്യുന്ന കപ്പാസിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഒരു പ്ലാന്റ് എന്ന രീതിയിൽ, ഒരു ഫോറസ്റ്റ് എന്ന രീതിയിൽ അതിന് ലാർജ് ഏരിയാസിൽ ഒരു അക്യുമുലേഷൻ എന്ന രീതിയിൽ അത് ഉണ്ടാവുന്നത്.
ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കണം മക്കളെ. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാന്റ് വീണു, അത് മരിച്ചിട്ട് അതിൻ്റെ ഡീകമ്പോസ് ഒക്കെ ചെയ്ത് ഇതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ ആ ഡീകമ്പോസസ് എടുത്തിട്ട് അതിനെ നമ്മുടെ സോയിലിനെ ഹ്യൂമസ് കണ്ടന്റിൽ ഇൻക്രീസ് ചെയ്തിട്ട് ഫെർട്ടൈൽ സോയിലാക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സീഡ് ഡിസ്പേഴ്സലൊക്കെ നടക്കുമ്പോൾ ഈ സീഡൊക്കെ വീണ് ആ ഫെർട്ടൈൽ സോയിലാണെങ്കിൽ അവിടെ നല്ല കണ്ടന്റൊക്കെ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടി അത് വളരും. അല്ലാണ്ട് ആരും വന്നിട്ട് നട്ടുപിടിപ്പിക്കാൻ ഫോറസ്റ്റിലേക്ക് പോവോ ഇല്ലാലോ. പിന്നെ എങ്ങനെയാണ് ഫോറസ്റ്റ് ഉണ്ടായെന്ന് പറയുമ്പോൾ ഇതാണ് റീസൺസ്. അപ്പോൾ പണ്ട് മുതലേ ആണ് ഇതിൻ്റെ ഡിസ്പേഴ്സലും പോളിനേഷനും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടാണ് നമ്മുടെ ഫോറസ്റ്റ് ഇങ്ങനെ ഉണ്ടായി വന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റീജനറേഷൻ ഓഫ് ഫോറസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് റീജനറേഷൻ ഓഫ് ഫോറസ്റ്റ് ഇസ് ക്ലിയർ. ഒന്നുകൂടി പറയാം, ദ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഫോറസ്റ്റ് ക്യാൻ ഗ്രോ ഇൻ റീജനറേറ്റ് ഓൺ ദെയർ ഓൺ ആയിട്ട് അതാണ് അത് ചെയ്യുന്നത്. ദെയർ ഓൺ ആയിട്ടാണ് അവർ ജീവിക്കുന്നത്, റീജനറേറ്റ് ചെയ്തത്. The organism decomposes the waste and the dead bodies of plants and animals and convert into humus, which mixes with the soil, making it fertile and appropriate for plant growth. Appropriate for what? Plant growth and appropriate item. In addition, animals and birds help in seed dispersal, which help in the growth of the plant in different areas of forest. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. Now see destructions of forest. Forest ഉണ്ടാകുന്ന കുറേ ഡിസ്ട്രക്ഷൻസ് ഓഫ് ഫോറസ്റ്റ് എന്തൊക്കെയാണ് മക്കളെ? ഫോറസ്റ്റിൽ ഉണ്ടാകുന്ന കുറേ ഡിസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? ഓക്കെ. നമ്പർ 1, ഡീഫോറസ്റ്റേഷൻ. നമ്മൾ അതിൽ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ആളെ കുറിച്ച് എന്താണ്? ഡീഫോറസ്റ്റേഷൻ. എന്താണ് മക്കൾ ഈ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ? എന്തായിരിക്കും? ക്ലിയർ ആയിട്ട് പറ. ഡീഫോറസ്റ്റേഷൻ ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് large number of trees in a forest and overuse of forest resources. It is the destruction of എന്താണ് destruction of എന്തായിരിക്കും മക്കളെ? large number of trees in a forest and also overuse of the resources. എന്ത് റിസോഴ്സ്? ഫോറസ്റ്റിലെ റിസോഴ്സ് ഓവർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിംപ്ലി കട്ടിംഗ് ഓഫ് ഫോറസ്റ്റ് ഈസ് നോൺ ആസ് ഡീഫോറസ്റ്റേഷൻ. കട്ടിംഗ് ഓഫ് ഫോറസ്റ്റിനെ വെട്ടി നശിപ്പിക്കുന്നതിനാണ് നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയാം. അതായത് ഫോറസ്റ്റിനെ എല്ലാം ഓവർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വുഡ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി അതിനെ മാക്സിമം ഊറ്റുക നമ്മൾ പറയില്ലേ. ഫോറസ്റ്റിലെ എല്ലാ റിസോഴ്സും ഫോറസ്റ്റൊക്കെ വെട്ടി നശിപ്പിച്ച് അവിടെ റിസോർട്ടുകൾ പണിയുക, അല്ലെങ്കിൽ വീട് പണിയുക, അല്ലെങ്കിൽ അതൊക്കെ എടുത്ത് വിറ്റ് കാശാക്കുക, ഇങ്ങനത്തെ ഒക്കെ പരിപാടി കാരണമാണ് ഡിസ്ട്രക്ഷൻ എന്ന് നമുക്ക് പറയുന്നത്. ദാറ്റ് ഈസ് എ മെയിൻ കോസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ട്രീസ് ഇൻ എ ഫോറസ്റ്റ് ആൻഡ് ഓവർ യൂസ് ഓഫ് ഫോറസ്റ്റ് resources. Okay, the following are the reasons for deforestation. Deforestation reasons എന്തൊക്കെയാണ്? Reasons for ഡീഫോറസ്റ്റേഷൻ നോക്കാം. എന്തൊക്കെ റീസൺ ആണ് ഡീഫോറസ്റ്റേഷനുള്ള കാര്യങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ. 1, കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ഹൈവേസ്, ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ടു കൺവേർട്ട് ദം ഇൻടു കൾട്ടിവേറ്റബിൾ ലാൻഡ് ആൻഡ് റെസിഡൻഷ്യൽ ഏരിയാസ്. അല്ലേ? അപ്പൊ ഇതിനൊക്കെയാണ് നമ്പർ 1 കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ, ഹൈവേസ് കൺസ്ട്രക്ട് ചെയ്യാൻ, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ എന്നാലും ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെന്താണ്? ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ടു കൺവേർട്ട് ദം ഇൻടു എന്താണ്? കൾട്ടിവേറ്റബിൾ ലാൻഡ് ആൻഡ് അതർ റെസിഡൻഷ്യൽ ഏരിയാസ്, താമസ സ്ഥലമാക്കുന്നത്. അല്ലേ? ദ നീഡ് ഓഫ് ടിമ്പർ. അടുത്തായിട്ട് ദ നീഡ് ഓഫ് ടിമ്പർ, മെഡിസിനൽ പ്ലാന്റ്സ്. അതേപോലെ രണ്ടാമത് ദ നീഡ് ഓഫ് എന്തൊക്കെയാണ് മക്കളെ? ടിമ്പർ എന്ന് വെച്ചിരിക്കുന്നത് വുഡും കാര്യങ്ങളൊക്കെ ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസൾട്ടിങ് ഇൻ ഇല്ലീഗൽ ലോഗിങ്. പുഷ്പ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, കടത്ത്, അതൊക്കെ ലോഗിങ് ആൻഡ് സ്മഗ്ലിംഗ്
of the precious forest products. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? അതായത് അൺഈവൺ ആയിട്ടുള്ള യൂസസ് കാരണമാണ് ഡീഫോറസ്റ്റേഷൻ നടക്കുന്നത്. അതായത് മക്കളെ, സംഭവം എന്ന് പറയുമ്പോൾ ഒരു ഫോറസ്റ്റിൽ അതിൻ്റെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത്, ഒന്ന് അവിടെ ലാൻഡൊക്കെ വാങ്ങി അവിടെ താമസ സൗകര്യം വേണ്ടിയിട്ട് ആക്കുന്നതാണ്. രണ്ട്, അതിൻ്റെ എക്സ്ട്രാക്ഷൻ മാക്സിമം അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ടിമ്പറും കാര്യങ്ങളും തേക്കൊക്കെ മുറിച്ച് വിറ്റ് കാശാക്കുന്നതും സാൻഡൽ വുഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ ഓവർ യൂസ് കാരണമാണ് ഫോറസ്റ്റ് നശിച്ചു പോകുന്നത്. ഡീഫോറസ്റ്റേഷൻ ആണ്. ആൻഡ് ഓൾസോ ഫോറസ്റ്റ് ഇസ് നോട്ട് എ പ്ലേസ് ഫോർ അസ്, ഇറ്റ്സ് എ പ്ലേസ് ഫോർ ആനിമൽസ്, ബേർഡ്സ്, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. നമുക്ക് ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് അതേപോലെയല്ല. അപ്പോൾ അവരെ നശിപ്പിക്കുമ്പോൾ അതിൻ്റെ വർഗ്ഗങ്ങളും പ്ലാന്റ്സ് ആനിമൽസും ഒക്കെ അത് എവിടെ പോകും? അത് നാട്ടിലേക്ക് വന്ന് ഇറങ്ങും. അപ്പോൾ നമുക്കത് പ്രശ്നക്കാരാവും. അപ്പോൾ മാക്സിമം ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതിനെ ഡീഫോറസ്റ്റ് ചെയ്യാതിരിക്കുക. പ്ലാൻ മോർ ആൻഡ് മോർ ട്രീസ്. എഫോറസ്റ്റ് ചെയ്യുക, എഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഫോളോ ചെയ്യുക. ഡീഫോറസ്റ്റേഷൻ, എഫോറസ്റ്റേഷൻ. പ്ലാന്റിങ് മോർ ആൻഡ് മോർ ട്രീസ് ഇസ് നോൺ ആസ് എഫോറസ്റ്റേഷൻ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ എന്തൊക്കെയാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ? എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ട്രീസ്, ഫോറസ്റ്റ് ഓഫ് ദ ഫോറസ്റ്റ് റിസോഴ്സസ്. ഓക്കെ അല്ലേ? എന്താണ് റീസൺസ്? കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ഹൈവേസ്, ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് കൺവേർട്ട് ദം ടു കൾട്ടിവേറ്റഡ് ലാൻഡ്. ഒരു നല്ലൊരു കൃഷി സൗകര്യമൊക്കെ വേണ്ടിയിട്ട് ഫോറസ്റ്റ് എന്തിനാണ് നശിപ്പിക്കുന്നത്? ഇതൊക്കെയാണ് പ്രശ്നം. ദ അതർ റെസിഡൻഷ്യൽ ഏരിയാസ് പോലെ ടിമ്പർ ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസൾട്ടിങ് ഇൻ ഇല്ലീഗൽ ലോഗിങ്ങും അതേപോലെ തന്നെ സ്മഗ്ലിങ്ങും, കടത്തലും ലോഗിങ്ങും ഒക്കെ ആയിട്ടാണ് അത് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നൗ സീ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റിന്റെ വേറൊരു പാട്ട് നോക്ക്. കൺസ്ട്രക്ഷൻ, അതിന്റെ ബാക്കിയാണ്. കൺസ്ട്രക്ഷൻ ഓഫ് റിസോർട്ട്സ് ആൻഡ് അറൌണ്ട് ദ ഫോറസ്റ്റ് ആൻഡ് ലീഡിങ് ടു ഡിസ്ട്രക്ഷൻ. അപ്പോൾ എന്താണ് മക്കളെ? കൺസ്ട്രക്ഷൻ ഓഫ് റിസോർട്ട്സ്, അതായത് പറഞ്ഞ പോലെ തന്നെ റിസോർട്ടുകൾ പണിഞ്ഞിട്ടാണ് അതിന്റെ പ്രശ്നം. കൺസ്ട്രക്ഷൻ ഓഫ് റിസോർട്ട്സ് ഓൾസോ കോസസ് ദീസ് പ്രോബ്ലംസ്. കൺസ്ട്രക്ഷൻ ഓഫ് റിസോർട്ട്സ്. ഓക്കെ അല്ലേ? ലാക്ക് ഓഫ് അവയർനെസ് ഓൺ പീപ്പിൾ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോറസ്റ്റ്. നമ്മൾ നേരത്തെ ഒരു 8 ഇമ്പോർട്ടൻസ് ഓഫ് ഫോറസ്റ്റ് പറഞ്ഞു, ഓഫ് ട്രീസും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അതിൻ്റെ ഒരു അവയർനെസ്, നോ അവയർനെസ് ഫോർ ദ പീപ്പിൾ അബൌട്ട് ഫോറസ്റ്റ് ഇല്ലെങ്കിൽ നമ്മളും ഇല്ല, അത് മനസ്സിലാക്കണം. ഈ ഒരു ഐഡിയ അവർക്ക് ഉണ്ടായാൽ മാത്രമാണ് ഇത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ. നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടി നമ്മൾ കൺസേർവ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ജീവിക്കാൻ. സോ നമുക്കറിയാം ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് ഓക്സിജന്റെ അളവൊക്കെ അറ്റ്മോസ്ഫിയറിൽ കുറയും. അപ്പോൾ ഇതൊക്കെ പ്ലാന്റ്സ് നമ്മളെ ഉപകാരത്തിന് വേണ്ടി ചെയ്യുന്ന അതൊക്കെ നമ്മൾ പ്ലാന്റ്സ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ അതും കൂടി ഇല്ലെങ്കിൽ വി വിൽ ബി ഇൻ എ ട്രാപ്പ്. ഓക്കെ, ബി കെയർഫുൾ ഫോർ ദാറ്റ്. ഓവർ ഗ്രേസിങ് ഇൻ ഫോറസ്റ്റ് ബൈ കാറ്റിൽ ഫോർ നിയർ ബൈ വില്ലേജസ്. അപ്പോൾ വില്ലേജസിലെ ആനിമൽസിനൊക്കെ ഫോറസ്റ്റിലേക്ക് അങ്ങ് വിട്ടിട്ട് തന്നെ ഓവറായിട്ട് ഗ്രേസ് ചെയ്യാം. വേണ്ട ആവശ്യങ്ങൾക്കുള്ള പുല്ല് അതിന് എത്തിച്ചു കൊടുത്താൽ മതി, അല്ലാണ്ട് ഓവറായിട്ട് ഗ്രേസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. സോ ഓവർ ഗ്രേസിങ് ഇൻ ഫോറസ്റ്റ് ബൈ കാറ്റിൽസ്. അപ്പോൾ വേണ്ടാത്തതും വേണ്ടതൊക്കെ അത് കഴിച്ചിട്ട് പോകും. ഇനി നോക്ക്, പോച്ചിങ് ആൻഡ് ഹണ്ടിങ് ഓഫ് ആനിമൽസ് ഫോർ ദെയർ മീറ്റ്, സ്കിൻ ആൻഡ് bones causing a decrease in the number of animals and disturbance in the food chain. അതേപോലെ തന്നെ എന്താണ് ഫോറസ്റ്റിൽ മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ എന്താണ്? പോച്ചിങ്, ഹണ്ടിങ്. ഇതൊക്കെ എന്തിനാണ്? ആനിമൽസിന്റെ എന്തിനു വേണ്ടിയിട്ടാണ്? മീറ്റിന് വേണ്ടി, സ്കിന്നിന് വേണ്ടി, അതേപോലെ തന്നെ ബോൺസിന് വേണ്ടി, ഹോൺസിന് വേണ്ടി, ട്രങ്ക്സിന് വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഹണ്ട് ചെയ്ത് കൊല്ലും. അപ്പോൾ ഇത് ഹണ്ട് ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ ഫുഡ് ചെയിനെ എഫക്റ്റ് ചെയ്യും, ഫുഡ് ചെയിനെ എഫക്റ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഡിസ്റ്റർബൻസ് ഇൻ ഫോറസ്റ്റ് ആസ് വെൽ. അപ്പോൾ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഫോറസ്റ്റിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാക്കുന്നുണ്ട്. അത് ഫോറസ്റ്റിൽ വലിയ രീതിയിലുള്ള ഡിസ്റ്റർബൻസും കൂടി അത് ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ? ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൺസ്ട്രക്ഷൻ ഓഫ് റിസോർട്ട് ഇൻ അറൌണ്ട് ഫോറസ്റ്റ് ആൻഡ് ലീഡിങ് ടു ദർ ഡിസ്ട്രക്ഷൻ. റിസോർട്ട് ഒക്കെ പറഞ്ഞാൽ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ലാക്ക് ഓഫ് അവയർനെസ് ഇൻ പീപ്പിൾ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോറസ്റ്റ്. അതെ, അവയർനെസ് ഇല്ല, പീപ്പിളിന് അവയർനെസ് ഇല്ല, അവർക്ക് അതിന് ഉപയോഗിക്കാനുള്ള ബുദ്ധിയില്ല, സെൻസ് ഇല്ല. കാരണം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിനെ അവരിങ്ങനെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ തെറ്റാണ്. ഓവർ ഗ്രേസിംഗ് ഇൻ ഫോറസ്റ്റ് ബൈ കാറ്റിൽ ബൈ നിയർ ബൈ വില്ലേജസ്. അടുത്തുള്ള വില്ലേജസിലെ ആളുകൾ എന്ത് ചെയ്യും? കാറ്റിലിന്റെ ഫോറസ്റ്റിലേക്ക് വിടും. എന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കണ്ട പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അത് കഴിക്കും വേണ്ടാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ട്രക്ഷൻ തന്നെയാണ്. ഓർഗാനിസത്തിന് അത് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്.
പൗച്ചിങ്, ഹണ്ടിങ് ഓഫ് ആനിമൽസ് ഫോർ ദ മീറ്റ്, സ്കിൻ, ബോൺസ്, ഇതിനൊക്കെ വേണ്ടി ഹണ്ടിങ് ചെയ്യുന്നുണ്ട്. ഈ ഹണ്ടിങ് ചെയ്യുമ്പോൾ ഫുഡ് ചെയിനും അത് പ്രശ്നമാവുന്നുണ്ട്. അതേപോലെ തന്നെ ഫോറസ്റ്റിന് അത് ഭയങ്കര ഡിസ്റ്റർബൻസുമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങളിത് ശ്രദ്ധിക്കണം. നിങ്ങളാണ് വരുന്ന തലമുറ. അപ്പോൾ അത് നമ്മൾ തന്നെയാണ് അത് നമ്മൾ പിടിച്ച് ശ്രദ്ധിക്കുന്നത്. കൺസേർവ് ചെയ്യാൻ ശ്രമിക്കുക. ഫോറസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ഒന്നിക്കില്ലെങ്കിൽ ആവശ്യം പെട്ടെന്ന് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രീ കട്ട് ചെയ്യും, ഒബ്വിയസ്ലി വേണ്ടി വരും. അപ്പോൾ അടുത്തായിട്ട് ഒരു പ്ലാൻ കൂടി നമ്മൾ നട്ടുപിടിപ്പിക്കുക. ഇത് ചെയ്തേ പറ്റുമോ. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി നീഡ് ടു ഫോളോ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, മഹത്തായ ഒരു കാര്യമാണ് അത്. സോ കീപ്പ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ഫോളോ ദാറ്റ്. So I hope the concept of destruction of forest is clear for you. Destruction of forest clear അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. സമ്മറി. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന് ഒരു എൻഡിലേക്ക് എത്തി. നമ്മളെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രത്യേകിച്ചിട്ട് ഇതൊന്ന് എൻഡ് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ എന്താ മക്കളെ? ഫോറസ്റ്റ് ഈസ് എ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഫോർ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പോൾ നമുക്കറിയാം ഫോറസ്റ്റ് ഈസ് എന്താണ്? ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സും ആനിമൽസും. ഒരു പ്ലാന്റിനും ആനിമലിനും വേണ്ടിയിട്ടുള്ള ലാർജ് ആയിട്ടുള്ള ഒരു ഹാബിറ്റേറ്റ് ഏരിയ ആണ് എന്ത്? നമ്മുടെ ഫോറസ്റ്റ്. കീപ്പ് ഇൻ യുവർ ഹാർട്ടിൽ വെച്ച് പറയണം നമ്മുടെ ഫോറസ്റ്റ്. ഫോറസ്റ്റ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ഇൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബാലൻസിങ് ചെയ്യുന്നത് ആരാണ് മക്കളെ? ഫോറസ്റ്റ് അല്ലേ? അപ്പോൾ അത് നിങ്ങളുടെ ഹാർട്ടിൽ വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, റൈറ്റ് ഡൗൺ ചെയ്യുക. ഫോറസ്റ്റ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ക്ലിയർ അല്ലേ? ഫോറസ്റ്റ് ഹെൽപ്പ് ഇൻ ബ്രിങ്ങിങ് ഗുഡ് റെയിൻഫോൾ. നല്ല മഴയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫോറസ്റ്റിനുണ്ട്. അപ്പോൾ ഗുഡ് റെയിൻഫോൾ കൊണ്ടുവരാനും കാര്യങ്ങളും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വി നീഡ് ഫോറസ്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? ഫോറസ്റ്റ് അബ്സോർബ് റെയിൻ വാട്ടർ ആൻഡ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിൻ വാട്ടർ ടേബിൾ. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ ബാലൻസും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്രോപ്പർ വാട്ടർ ബാലൻസ്, അബ്സോർബിങ് റെയിൻ വാട്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോറസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്രം എന്താണ്? സോയിൽ ഇറോഷൻ അല്ലേ? സോയിൽ ഇറോഷന് വേണ്ടി നമ്മളൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ മക്കളെ? ഇനി അതേപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊവൈഡ്സ് മെഡിസിൻ, ടിമ്പേഴ്സ് ആൻഡ് മെനി അതർ യൂസ്ഫുൾ പ്രൊഡക്ട്സ്. ഇതൊക്കെ നമുക്ക് ഫോറസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഓക്കെ. ഇനി ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പരിപാടി. ഒന്നാമത്തെ ഏറ്റവും വലിയ ചെയ്യേണ്ട പരിപാടി എന്താണ് മക്കളെ? എഫോറസ്റ്റേഷൻ. അതായത് വൺസ് യു ആർ കട്ടിങ് എ ഫോറസ്റ്റ്, ഒരു ട്രീ നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഹൗസ് കൺസ്ട്രക്ഷൻ പരിപാടിക്ക് നിങ്ങൾ കട്ട് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് കാരണം തേക്കുണ്ട്, അത് നിങ്ങൾ കട്ട് ചെയ്തേ പറ്റൂ, കാരണം നിങ്ങൾ അതല്ലെങ്കിൽ വാങ്ങേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പറയുമ്പോൾ അതിന് വേണ്ട ഒരു എന്താ പറയുക, ഒരു അടുത്തൊരു പ്ലാന്റ് അവിടെ വളർത്തുക, അതിനെ ഗ്രോ ചെയ്യുക, അതിനെ കൺസേർവ് ചെയ്യുക. ഈ പ്ലാന്റ്സ് ഇല്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അത് നിങ്ങൾക്ക് പിന്നീട് അത് മനസ്സിലാവും. നമ്മുടെ ഓക്സിജൻ്റെ കൺസപ്ഷൻ കുറയും. അതേപോലെ തന്നെ നമുക്ക് ഫുഡ് മെറ്റീരിയൽസും റിസോഴ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. വേണ്ട രീതിയിലുള്ള മെഡിസിൻസ് പോലും നമുക്ക് പിന്നെ അത് കിട്ടാതെയാവും. അതുകൊണ്ട് വാരിയസ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചിപ്കോ മൂവ്മെന്റ് എന്നൊക്കെ നിങ്ങൾക്ക് സോഷ്യലൊക്കെ പഠിക്കാനുണ്ടാവും. ദാറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാമ്പയിൻ ഫോർ കട്ടിങ് ഓഫ് ട്രീസ് ഒക്കെ തടയാൻ വേണ്ടി. ഹഗ്ഗിങ് എ ട്രീ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ കൊണ്ടുവരണം. മാക്സിമം നമ്മൾ തന്നെ എൻഷ്യൂർ ആവുക, സേവ് അവർ ഫോറസ്റ്റ്, നമ്മുടെ ഫോറസ്റ്റ് ട്രീ ചെയ്യുക. ആൻഡ് എൻവയോൺമെന്റൽ ഡേ ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ? എൻവയോൺമെന്റൽ ഡേ എന്തിനാണ്? പ്ലാന്റിങ് മോർ ആൻഡ് മോർ ട്രീസ്. പ്ലാന്റിങ് മോർ ആൻഡ് മോർ ട്രീസ്. പ്ലാന്റിങ് മോർ ആൻഡ് മോർ ട്രീസ് എന്നാൽ മാത്രമാണ് നമ്മുടെ ഫോറസ്റ്റ് നിലനിൽക്കൂ. വി ക്യാൻ സപ്പോർട്ട്, അതായത് സപ്പോർട്ട് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ദെയർ ഹോം ആണ് എന്ത്? ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിനെ തൊട്ട് നമ്മൾ കളിക്കരുത്, അവരുടെ ഹോമാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് എന്താ പറയുക, അവർക്ക് ഹോം നഷ്ടപ്പെടുമ്പോൾ, ആനിമൽസിനൊക്കെ ഹോം നഷ്ടപ്പെടുമ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങി നമ്മളൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യം വരുന്നത് അതുകൊണ്ടാണ് മക്കളെ. സോ ഈ കോൺസെപ്റ്റ്സ് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേ മതിയാവൂ. ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ? ഇനി വാരിയസ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് നമ്മളെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ക്യാമ്പയിൻസിനൊക്കെ പാർട്ടായിട്ട് മാക്സിമം ഇതിനെതിരെ പ്രവർത്തിക്കുക. അറിയാത്ത ആളുകൾക്ക് ഇതിനൊരു അവയർനെസ് കൊടുക്കുക. മാക്സിമം നമ്മൾ തന്നെ കൊടുക്കണം. ഇത് വേറൊരാളൊന്നും ചെയ്യാം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിലെ ആളുകളോട് പറഞ്ഞാൽ മതി. നമ്മുടെ പാരൻസിനോട്, നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോട്, നമ്മുടെ നെയ്ബേഴ്സിനോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെ അത്രയും ആളുകൾക്ക് അത് കിട്ടും, ഒരു ഐഡിയ കിട്ടും അല്ലേ? സോ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നുമല്ല. ഫുഡിന് വേണ്ട ഫുഡ്, വുഡ്സിന് വേണ്ട വുഡ്സ്, പേപ്പർ ഇൻഡസ്ട്രി, അങ്ങനെയുള്ള പല ഇൻഡസ്ട്രിയും പല മാനുഫാക്ചേഴ്സിനും ഗംസിനും ഒക്കെ ആയിട്ട് നമ്മൾ
ഫോറസ്റ്റിനെ വേണം, ഫോറസ്റ്റ് നമുക്ക് വേണം. സോ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വാല്യുബിൾ പ്രോഡക്റ്റ് ആണ് ഫോറസ്റ്റ്, ഒരു ഹാബിറ്റേറ്റിലാണ് ഫോറസ്റ്റ്. അപ്പോൾ ആ ഫോറസ്റ്റ് നോട്ട് ഓൺലി നമ്മുടെ മാത്രമല്ല ആനിമൽസിൻ്റെയും ബേഡ്സിൻ്റെ ഒക്കെ ഒരു ഹൗസ് ആണ്. ആ ഹോമിനെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത്. അതിന് മാക്സിമം കട്ട് ചെയ്യാതെ ഓവർ ഗ്രേസിങ് ഒന്നും ചെയ്യാതെ മാക്സിമം നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് ആസ് എ സ്റ്റുഡൻസ് വി ഹാവ് ടു കീപ്പ് ഇൻ അവർ മൈൻഡ് ദാറ്റ് ഫോറസ്റ്റ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ്. അതായത് എർത്ത്, നമ്മുടെ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ് തന്നെയാണ് നമ്മുടെ ഫോറസ്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഫോറസ്റ്റ് ഈസ് ഡാം ക്ലിയർ ഫോർ യു. അത് എവല്യൂഷണറി ആയിട്ട് ഫോം ചെയ്ത ഒരു ബയോസ്ഫിയറിൽ എവല്യൂഷൻ ആയിട്ട് ഫോം ചെയ്ത ഫോറസ്റ്റിനെ നമ്മൾ തന്നെ കൺസേർവ് ചെയ്തേ പറ്റൂ. സോ വാരിയസ് ഓർഗാനിസം ആർ ലിവിങ് ഇൻ ദ ഫോറസ്റ്റ്. സോ കീപ്പ് ഇൻ യുവർ മൈൻഡ്, സേവ് ഫോറസ്റ്റ്, save trees, don't cut trees, don't pack trees, don't practice എന്ത് cutting of trees പ്രാക്ടീസ് ചെയ്യരുത്, അതിനെ സ്റ്റോപ്പ് ചെയ്യുക, സ്റ്റോപ്പ്. That's it students. So we are going to wind up our chapter. I hope you have completely understood about forest, the lifeline, alle. That's it. Thank you. Bye.